ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയൊരു ഫ്രീ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ട് ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എല്ലാം ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് നാളെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ അധികം എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റിംഗ് ആവുന്നുണ്ട്. അവരുടെ എയർ ഡ്രോപ്പിനെ സംബന്ധിച്ച് വളരെ വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. ടോക്കൺസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. സോ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ സെയിം ലൈക്ക് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലെയാണ്. ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവരുടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പബ്ലിക് എന്നാണ്. ഇവരുടെ ടോക്കണോമിക്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് 38% പ്ലാറ്റ്ഫോം യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അത് റിവാർഡ്സ് ആൻഡ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മറ്റുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ട്വിറ്റർ പേജിൽ കയറിയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇത് ഓൾറെഡി അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുക്കോയിനൊക്കെ ഇവർ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1,33,000-ലധികം പേര് ഓൾറെഡി ഈ ഒരു പ്രൊജക്റ്റിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരുടെ ടോക്കൺ എന്ന് പറയുന്നത് RPK ടോക്കൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു RPK ടോക്കണിൻ്റെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നവംബറിൽ അവർ കൊടുക്കുമെന്ന് അവരുടെ ട്വിറ്ററിൽ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എയർ ഡ്രോപ്പിന് നമ്മൾ എലിജിബിൾ ആവണമെങ്കിൽ ഇവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ കുറച്ച് എക്സ്പീസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യണം. എത്രത്തോളം എക്സ്പീസ് നിങ്ങൾ ഏൺ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്കിവിടെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ലിസ്റ്റിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നാളെ കുക്കോയിൻ ലിസ്റ്റ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇന്ത്യൻ സമയം വൈകിട്ട് ഒരു 3:30 ആവുന്ന സമയത്താണ് ലിസ്റ്റ് ആവാനായിട്ട് പോകുന്നത്. കുക്കോയിൻ മാത്രമല്ല ബിറ്റ്മാർട്ട്, ബൈബിറ്റ് പോലെയുള്ള നല്ല നല്ല എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ഇവരുടെ ട്വിറ്റർ പേജിൽ കൊടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ എയർ ഡ്രോപ്പിന് നമ്മൾ എലിജിബിൾ ആവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഗോ ടു ദ ആപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ നേരെ ലിങ്കിൽ കയറുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് എടുക്കുക എന്നാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇമെയിൽ ID യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ നമുക്കൊരു അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ തുറക്കുക. ആപ്പ് തുറന്നു വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം സൈൻ അപ്പ് വിത്ത് ഇമെയിൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്കായിരിക്കും അടുത്ത ഇൻ്റർഫേസ് തുറന്നു വരുന്നത്. ആ ഒരു പ്രൊഫൈലിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചറും അതുപോലെ തന്നെ യൂസർ നെയിമും ഡിസ്പ്ലേ നെയിമും കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. സോ നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഏകദേശം ഒരു 3 മുതൽ 5 വരെ കാറ്റഗറീസ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് തുറന്നു വരുന്ന ഇൻ്റർഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആ മേൽഭാഗത്ത് ഒരു XP എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. എനിക്കിപ്പോൾ തന്നെ ഏകദേശം ഒരു 55 XP കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ XPൻ്റെ ബേസിസിലാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഇതിൽ നമുക്ക് എങ്ങനെ XP ഏൺ ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് XP കിട്ടുന്നതായിരിക്കും. ഓരോ ഫ്രണ്ട്സിനും 10 XP വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡെയിലി ലോഗിൻ ചെയ്യുക. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ XPs ഇതിനകത്ത് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ മാക്സിമം നിങ്ങൾ ഇതിൽ XPസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയില്ല എത്രത്തോളം എയർ ഡ്രോപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്യുമെന്ന്. എയർ ഡ്രോപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. എന്തായാലും നാളെ അത്യാവശ്യം നല്ല നല്ല എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് എന്തായാലും ഉപയോഗിച്ച് നോക്കാം. 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. വെറുതെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, പോയിൻറ്റ്സ് അല്ലെങ്കിൽ XP ഏൺ ചെയ്യുക, ഈ ഒരു ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. സോ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.